സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഈ ജലജന്യമായിട്ടുള്ള രോഗങ്ങളുടെ ഫലമായിട്ട് വളരെ കൂടുതൽ ആളുകൾ മരണമടയുന്ന ഒരു സാഹചര്യം. ശുദ്ധജലം, കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം, അതിൻ്റെ ദൗർലഭ്യം നേരിടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 5-5.5 വർഷക്കാലത്തിനിടയിൽ 2500ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എലിപ്പനി കാരണം 1514 പേർ, ഡെങ്കിപ്പനി കാരണം 515 പേർ, മഞ്ഞപ്പിത്തം കാരണം 233 പേർ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ 5-5.5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണനിരക്ക്. ഇതിന് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഈ ത്രിതല ആരോഗ്യ സംവിധാനത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും അതിനുശേഷം വരുന്ന താലൂക്ക് ജില്ലാ ആശുപത്രികളും അതിനുശേഷം വരുന്ന മെഡിക്കൽ കോളേജും, ഈ സംവിധാനത്തിൽ പക്ഷേ ദൗർഭാഗ്യവശാൽ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നേരിട്ട് ആളുകൾ വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒരു ബെഡിൽ ഒന്നിലധികം ആളുകൾ കിടക്കുക, കിടക്കയുടെ താഴെ, കട്ടിലിൻ്റെ താഴെ ആളുകൾ കിടക്കുന്ന സാഹചര്യം, ഈ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി മുതൽ നിലത്താളെ കിടത്തുന്ന സംവിധാനം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ പ്രാഥമിക, അതോടൊപ്പം തന്നെ സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം, ആ സിസ്റ്റം ശക്തിപ്പെടുത്താൻ അതിനുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ടുള്ള വകയിരുത്തൽ ബജറ്റിൽ നമ്മുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ബജറ്റ് വിഹിതം, ആ ബജറ്റ് വിഹിതം, ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ താരതമ്യേന കേരളം പിറകിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ഈ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാതെ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ ഈ കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും? എന്താണ് ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ഈ വിഷയത്തിൽ പരിഹാരം എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ കഴിയുന്നത്ര നിലത്ത് കടത്തുന്ന സംവിധാനം ഒഴിവാക്കണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രാരംഭമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആദ്യമായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ തന്നെ പല സ്ഥലങ്ങളും ഐഡിയലായി കിടക്കുന്നുണ്ട്. അവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ അവിടെ കിടക്കകളും മറ്റും സജ്ജീകരിക്കാനും ഡോക്ടർമാരെയും സ്റ്റാഫിൻ്റെയും പോസ്റ്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള സമീപനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതനുസരിച്ചാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത്. പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ ഉൾപ്പെടെ അത് വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുക. അതിൻ്റെ പല പ്രമുഖ സ്ഥാപനങ്ങളും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ അവരുടെ CSR ഫണ്ടുകൾ നൽകി സർക്കാർ മേഖലയെ സഹായിക്കാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചികിത്സാ പിഴവുകളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുക. അതിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈച്ചകൾ പെറ്റുവരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കാനും പകരം കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രോഗികളുടെ മുറിവുകൾ ഒരുപാട് തവണ തുറന്നിരിക്കുന്ന ഒരു പ്രവണത, അതാണ് ചില സംഭവങ്ങളുണ്ടായത്, അത് ഒഴിവാക്കാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയെ ഞാൻ ആ പുഴുവരിച്ച സംഭവത്തിൽ കമ്മിറ്റിയെ വെച്ച് ഞാൻ ഈ സഭയിൽ സൂചിപ്പിച്ചാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഡോക്ടർമാരുടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എങ്ങനെ ഈ പകർച്ചവ്യാധികളെ ഭാവിയിൽ തടയാം, അതെങ്ങനെ ആവർത്തിക്കാതിരിക്കാം,
എന്തെല്ലാം മാറ്റങ്ങൾ ഈ രംഗത്ത് വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല, പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ചികിത്സാ പിഴവുകൾ ഗൗരവമായി കണ്ടു. അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും ട്രെയിനിങ്ങും ഇപ്പോൾ നൽകുകയാണ് സാർ. രോഗികളുടെ തൽസ്ഥിതി വിവരങ്ങൾ ബന്ധുക്കളെയും മറ്റും അറിയിക്കാൻ യൂണിറ്റിൽ ഒരു ഫാക്കൽറ്റി മെമ്പറെയും നഴ്സിംഗ് ഓഫീസറെയും ചുമതലപ്പെടുത്തുകയും ഇവർക്ക് ആശയവിനിമയത്തിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള റൂം ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കാര്യങ്ങൾ ഗൗരവമായി കണ്ട് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് കുറ്റം ചെയ്തവരാരാണെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ സാർ, ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ഇപ്പോഴത്തെ ഒരു ഭരണസ്തംഭനം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഡെങ്കിപ്പനി ഏറ്റവും വളരാനുള്ള സാധ്യത ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ശുചിത്വം പാലിക്കുക, വേസ്റ്റുകൾ നീക്കം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ മേഖലയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും സാർ, അതിൽ യാതൊരു സംശയവുമാണ്. ശ്രീ മുരളീധരൻ സർ, ഈ ചികിത്സാ പിഴവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് രോഗികളും ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷത്തിനാണ് കാരണമാകുന്നത്. രോഗികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വരുമ്പോൾ തന്നെ മറുവശത്ത് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരുടെ എണ്ണം, ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫിൻ്റെ എണ്ണം, ആവശ്യമായിട്ടുള്ള മറ്റു പാരാമെഡിക്കൽ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണമാകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. വളരെ പഴയ ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ, ആ സ്റ്റാഫ് പാറ്റേണിൽ നിന്നുകൊണ്ടാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ബെഡുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. നിരവധി ചോദ്യം സർ, അതിലേക്ക് വരികയാണ്. നിരവധി താൽക്കാലിക ജീവനക്കാരും അവിടെയുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടെത്തി സ്റ്റാഫ് പാറ്റേണിൽ പരിഷ്കാരം നടപ്പിലാക്കാൻ സർക്കാർ എന്തെങ്കിലും നടപടികളെടുക്കും. ഇന്ന് നമ്മൾ ഈ ധനാഭ്യർത്ഥനകളുടെ ചർച്ച നടക്കുന്ന കാലഘട്ടം, രാജ്യം ഒരു വലിയ വികസന കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ലോകരാഷ്ട്രങ്ങളിടയിൽ ഇന്ത്യ കൂടുതൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെ 4ാമത്തെ സമ്പദ്ഘടനയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, 10 കൊല്ലം മുമ്പ് ഇന്ത്യയെ കണക്കാക്കിയിരുന്നത് ഫ്രജൈൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നു. അവിടെ നിന്ന് മാറി ലോകത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന മറ്റെല്ലാ രാഷ്ട്രങ്ങളുടെയും സമ്പദ്ഘടന മൈനസിലേക്കും അല്ലെങ്കിൽ 1% നിൽക്കുമ്പോൾ ഇന്ത്യ മേജർ എക്കോണമീസ്, അങ്ങനെയുള്ള വൻകിട സമ്പദ്ഘടനകളിൽ 6%, 6.5% വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമായിട്ട് തുടരുകയാണ്. ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ള ലക്ഷ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടതാണ് വിദ്യാഭ്യാസ മേഖല. ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ തരത്തിലുള്ള ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പല മേഖലകളിലും നമ്മൾ രാജ്യത്തിന് മുഴുവൻ തന്നെ മാതൃകയാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ, പ്രവേശനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശരിയാണ്. 99% കുറേ വർഷങ്ങളായിട്ട് 99% റിസൾട്ട് കിട്ടുന്ന ഒരു SSLC റിസൾട്ടാണ് നമ്മുടെ. പക്ഷേ നമ്മുടെ പഠന നിലവാരം നമ്മുടെ ഈ കിട്ടുന്ന ഈ റിസൾട്ടുമായിട്ട് ബന്ധമില്ല എന്നുള്ളതും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി പദ്ധതികൾ. ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് NCERT നടത്തിയിട്ടുള്ള നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പറയുന്നത് കേരളം മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിലും 99% റിസൾട്ട് എന്ന് പറയുന്നതിനോട് യോജിക്കുന്ന തരത്തിലുള്ളതല്ല കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഏതാണ്ട് 14,72,000 സ്കൂളുകളിൽ
14,000 സ്കൂളുകളെ PMC സ്കൂളുകളാക്കിയിട്ട് മാറ്റാനുള്ള പ്രഖ്യാപനം നടത്തിയത്. PMC സ്കൂളിനെ കുറിച്ച് ഇവിടെ നടക്കുന്ന ചർച്ച, കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു, കേന്ദ്ര സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾ ആരെയും സ്കൂൾ തിരഞ്ഞെടുക്കാൻ അനുവദിക്കില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടേ ഇല്ല സ്കൂളുകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന്. സംസ്ഥാനത്തോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്കൂൾ തിരഞ്ഞെടുക്കാൻ. ഈ പറഞ്ഞ പദ്ധതി PMC പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം? കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERTയുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PMC ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERTക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്തെ SCERTക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കാം. PMCയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം, തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലങ്കാനയും അടക്കം എല്ലാ സ്കൂളുകളും നടപ്പിലാക്കി. രാജ്യത്തെ 95% സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് എന്തിനാണ് നിഷേധിക്കുന്നത്? ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് 2021-22 വർഷത്തിൽ കേരളത്തിൽ 5010 സർക്കാർ സ്കൂൾ ഉണ്ടായിരുന്നു. 2023-24 ആയപ്പോ സ്കൂളുകളുടെ എണ്ണം 4809 കുറഞ്ഞു. ലോക്സഭയിൽ വന്നൊരു കണക്കാണ്. എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു വരുന്നത്? അവിടെ ഗുണനിലവാരം നിലനിർത്താൻ നമുക്ക് പറ്റുന്നില്ല. അതിനുതകുന്ന പദ്ധതി എന്നുള്ള നിലയിലാണ് PMC പദ്ധതി. ഞാൻ അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥന രാജ്യത്തിന്റെ വികസന താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വിവിധ മേഖലകൾക്ക് നൽകിയിട്ടുള്ള മുൻഗണന, അതിന് അർഹമായിട്ടുള്ള ശതമാനം, ആ ശതമാനത്തോട് നീതി പുലർത്തുന്നതല്ല, രാജ്യത്തിന്റെ വികസന താല്പര്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കേരളത്തിലെ നമ്മുടെ സർക്കാർ കൂടി തയ്യാറാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുതകാത്ത ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുന്നു.